ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്ന് റീസണിംഗ് ടോപ്പിക്കാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. പ്രോബ്ലംസ് ഓൺ ഏജ്. വയസ്സിന്റെ ക്വസ്റ്റ്യൻസ് PSC സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോ പല പല മോഡലുകളായിട്ട് നമുക്കൊന്ന് തിരിച്ച് പഠിച്ചു നോക്കാം. അപ്പൊ കുറച്ചും കൂടി ഈസി ആയിട്ട് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും ഈ മോഡലിലെ ക്വസ്റ്റ്യൻ ആണ് എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഞാൻ അങ്ങനെയാണ് ക്ലാസ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അച്ചുവിന് 15 വയസ്സും അമ്മുവിന് 6 വയസ്സും ഉണ്ട്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ ഇവരുടെ വയസ്സുകളുടെ തുക 35 ആകും? ഇത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? അതായത് ഇവിടെ തന്നിട്ടില്ലേ, അച്ചുവിന് 15 വയസ്സ്, അമ്മുവിന് 6 വയസ്സ്. ഈ 15ഉം 6ഉം കൂടി അങ്ങ് കൂട്ടുക. എത്ര വരും? 21 ആണല്ലോ. ഇനി ഇവരുടെ വയസ്സുകളുടെ തുക എത്രയും തന്നിട്ടുണ്ട്? 35. അപ്പൊ അത് 35 അങ്ങ് എടുക്കുക. പക്ഷെ നമ്മുടെ ചോദ്യം എന്താണ്? എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ ഇവരുടെ വയസ്സുകളുടെ തുക 35 ആകും എന്നല്ലേ ചോദ്യം. അപ്പൊ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി അങ്ങ് സബ്ട്രാക്ട് ചെയ്യുക. 35 മൈനസ് 21 ചെയ്യുക, 14 ആണല്ലോ. 14 ഡിവൈഡഡ് ബൈ 2, 7 വർഷം. മനസ്സിലായോ? ഇതിന്റെ ലോജിക് എന്താണ്? അതായത് അവരുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 21 ആണ്. എത്ര വർഷം കഴിഞ്ഞാൽ, X വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക എന്താകും? 35 ആകും. അതായത് അച്ചുവിന് 15 വയസ്സ്. അപ്പൊ 15ന്റെ കൂടെ X കൂട്ടിയാൽ, അച്ചുവിന് X വർഷം കഴിഞ്ഞാൽ, അച്ചുവിന് ഇപ്പോഴത്തെ വയസ്സിന്റെ കൂടെ 15 X കൂട്ടിയാൽ, പിന്നെ അമ്മുവിന് ഇപ്പോൾ 6 വയസ്സ്, അമ്മുവിന് ഇപ്പോഴത്തെ വയസ്സിന്റെ കൂടെ X വർഷം കൂട്ടിയാൽ അവരുടെ തുക എന്താവും? വയസ്സുകളുടെ തുക 35 ആകും. അതായത് 15 പ്ലസ് 6 21, എക്സും എക്സും 2x ഈക്വൽ ടു 35. അപ്പോൾ 2x എന്ന് പറയുന്നത് എന്താണ്? 35 മൈനസ് 21, അതായത് 14. അപ്പൊ x എന്ന് പറഞ്ഞാൽ 14/2, 7 വർഷം കഴിയുമ്പോ. അപ്പം അച്ചുവിന്റെ വയസ്സിന്റെ കൂടെ 7 കൂട്ടിയാലും അമ്മുവിന്റെ വയസ്സിന്റെ കൂടെ 7 കൂട്ടിയാലും രണ്ടുപേരുടെയും തുക എന്താവും? 35 ആകും. ഈ കാൽക്കുലേഷൻ ഒഴിവാക്കി നമുക്ക് എങ്ങനെ ചെയ്യാൻ പെട്ടെന്ന്? അച്ചുവിന്റെയും അമ്മുവിന്റെയും ഇപ്പോഴത്തെ വയസ്സിന്റെ തുക എടുക്കുക. പിന്നെ എത്ര വർഷം കഴിഞ്ഞാലാണ് 35 ആകുന്നത്? അപ്പൊ ആ 35ന് 21 സബ്ട്രാക്ട് ചെയ്യുക. എത്ര വരും? 14 എന്ന് വരും. ആ 14നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആണ് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലാണ് അവരുടെ വയസ്സിന്റെ തുക ഇത്രയാവുന്നത്. ഇവിടെ ഉത്തരം എത്രയാ? 7. എങ്ങനെ കിട്ടിയെന്ന് ക്ലിയർ ആണല്ലോ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇങ്ങനെ നോക്കാം. സെയിം മോഡൽ തന്നെയാണ്. മാളുവിന് 15ഉം രാധയ്ക്ക് 8ഉം ആണ് പ്രായം. എത്ര വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ തുക 43 ആകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യുക? മാളുവിന്റെ വയസ്സ് 15, രാധയുടെ വയസ്സ് 8. 15ഉം 8ഉം കൂടെ കൂട്ടുക. എത്ര വരും? 23. 43ൽ നിന്നും 23 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ കിട്ടും 20. 20/2, 10 വർഷം. 10 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എത്രയാകും? 43 ആകും. ഇത് ചെയ്യാൻ എത്ര സെക്കൻഡ് സമയം വേണം? കൂടിപ്പോയ ഒരു 10 സെക്കൻഡ് സമയം വേണം അല്ലെ? അപ്പൊ ഈ മോഡൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത മോഡൽ എന്താണെന്ന് നോക്കാം. അടുത്ത മോഡൽ എന്ന് പറയുമ്പോൾ വയസ്സുകൾ തമ്മിലുള്ള റേഷ്യോ തന്നിരിക്കും. റേഷ്യോ തന്നിട്ട് ഇപ്പൊ മകന്റെ വയസ്സ് എത്ര, അച്ഛന്റെ വയസ്സ് എത്ര, ഇങ്ങനെ ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കാം. അച്ഛന്റെയും മകന്റെയും ഇപ്പോഴത്തെ വയസ്സിന്റെ അനുപാതം 6:1 ആണ്. 15 വർഷം കഴിഞ്ഞ് അവരുടെ വയസ്സിന്റെ അനുപാതം 7:2 ആകും. എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇവിടെ രണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്, 6:1ഉം 7:2ഉം. പിന്നെ വർഷവും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇക്വേഷൻസ് ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ഫാദർ സൺ, അച്ഛന്റെയും മകന്റെ അല്ലേ, ഫാദർ സൺ എന്ന് എഴുതുക. ഇവിടെ ഇയർ, വർഷം. ഓക്കെ, ഇത്ര എഴുതി വെക്കുക. എന്നിട്ട് ആദ്യത്തെ സെന്റൻസിലേക്ക് പോവുക. എന്താ പറഞ്ഞേക്കുന്നത്? അച്ഛന്റെയും മകന്റെയും ഇപ്പോഴത്തെ വയസ്സ്, അതായത് പ്രസന്റിലുള്ള വയസ്സ്. ഇയറിന്റെ അവിടെ പ്രസന്റ് എന്ന് കൊടുത്ത ശേഷം 0 എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പ്രസന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോ 0. ഇനി അംശബന്ധം 6:1 അല്ലേ, അപ്പം 6 എവിടെ എഴുതുക, 1 ഇവിടെ എഴുതുക. ഓക്കെ, അപ്പൊ ആ സെന്റൻസ് അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത സെന്റൻസിൽ എന്താ പറഞ്ഞേ? 15 വർഷം കഴിഞ്ഞ്. അപ്പൊ വർഷത്തിന്റെ അവിടെ എന്ത് എഴുതണം? 15 എന്ന് എഴുതണം. അവരുടെ വയസ്സിന്റെ അനുപാതം എത്രയാണ്? 7:2.
7 ഇവിടെ എഴുതുക, 2 ഇവിടെ എഴുതുക. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം ചെയ്യാനുള്ളത് ഈ ഇയർ ഉണ്ടല്ലോ, വർഷങ്ങൾ തമ്മിൽ കൂട്ടുക. പ്രസന്റ് എന്ന് പറയുമ്പോൾ 0 പിന്നെ 15, അപ്പം 0 പ്ലസ് 15 15 അങ്ങനെ കിട്ടി. 0 പ്ലസ് 15 എന്നിട്ട് ഇൻറ്റു ഈ താഴെയുള്ള ഈ രണ്ട് സംഖ്യകളുണ്ടല്ലോ അത് സബ്ട്രാക്ട് ചെയ്യുക. 7 മൈനസ് 2, ഇവിടെ 7 മൈനസ് 2 5. ഓക്കെ, ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുക. അതായത് 6 ഇൻറ്റു 2 6 ഇൻറ്റു 2 മൈനസ് 7 ഇൻറ്റു 1. 6 ഇൻറ്റു 2 12 മൈനസ് 7 എത്ര 5. അപ്പൊ ഈ 5 ആണ് ഡിനോമിനേറ്ററിൽ എഴുതാനുള്ളത്. ക്ലിയർ ആയല്ലോ. ഇനി 15 ഇൻറ്റു 5 ബൈ 5, 5ഉം 5ഉം ക്യാൻസൽ ചെയ്തു. 15 എന്നൊരു നമ്പർ നമുക്ക് കിട്ടി. അപ്പോ ഈ 15 എന്ന് പറയുന്ന നമ്പർ തെറ്റിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പൊ മകന്റെ വയസ്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പെർസെന്റേജ് എന്ന് കണ്ടോ? അപ്പൊ മകൻ ഇവിടെ 1 ആണ്. അപ്പം ഈ 15നെ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 15 ഇൻറ്റു 1. അപ്പൊ മകൻ ഇപ്പോ എത്ര വയസ്സുണ്ട്? 15 വയസ്സ്. അപ്പൊ മകന്റെ വയസ്സാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എത്ര? 15 ഇൻറ്റു 1 15. 15 വയസ്സാണ് മകനുള്ളത്. ഇനി അച്ഛന്റെ വയസ്സാണ് ഇവിടെ ചോദിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കും. 15 ഇൻറ്റു 6. അച്ഛന്റെ വയസ്സ് 15 ഇൻറ്റു 6 എത്രയാണ്? 90. അപ്പൊ ഇവിടെ ഉത്തരം എത്രയാണ്? 15. ഈ ടൈപ്പ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഇങ്ങനെ ചെയ്തു നോക്കാം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അപ്പുവിന്റെയും അമ്മുവിന്റെയും വയസ്സുകൾ 1:2 എന്ന അംശബന്ധത്തിലാണ്. 15 വർഷം കഴിയുമ്പോൾ അംശബന്ധം 2:3 ആകും. എങ്കിൽ അമ്മുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പൊ നേരത്തെ ചെയ്തതുപോലെ ആരൊക്കെയാണ് ഇവിടെ? അപ്പു, അമ്മു. ഇയർ വയസ്സ്, വർഷം. അപ്പം വർഷം, അപ്പു, അമ്മു. അപ്പൊ ആദ്യം എന്താ പറഞ്ഞേക്കുന്നത്? അപ്പുവിന്റെയും അമ്മുവിന്റെയും വയസ്സുകൾ 1:2 എന്ന അംശബന്ധത്തിലാണ്. അപ്പൊ അംശബന്ധം 1:2. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോഴത്തെ വയസ്സ് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് സങ്കല്പിക്കാം, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പ്രസന്റ് വയസ്സിന്റെ അംശബന്ധമായിരിക്കും. പ്രസന്റ് എന്ന് കൊടുത്തിട്ട് എന്തെന്ന് കൊടുക്കുക? 0 എന്ന് കൊടുക്കുക. അപ്പൊ ഈ സെന്റൻസിന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. വർഷമൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രസന്റിലെ കാര്യമാണെന്ന് സങ്കല്പിക്കുക. അംശബന്ധം എത്രയാണ്? 1:2. ഇനി അടുത്ത സെന്റൻസ് പറഞ്ഞിട്ടുണ്ട് 15 വർഷം കഴിയുമ്പോൾ. അപ്പൊ വർഷത്തിന്റെ അവിടെ 15. അംശബന്ധം 2:3 ആകും. 2:3 ആകും. എങ്കിൽ അമ്മുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം വർഷങ്ങൾ ആഡ് ചെയ്യുക. 0 പ്ലസ് 15. ഓക്കെ, ഇൻറ്റു ഇത് തമ്മിൽ മൈനസ് ചെയ്യുക. ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് സൈൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. 3 മൈനസ് 2 1 ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുക. 3 ഇൻറ്റു 1 3 മൈനസ് 2 ഇൻറ്റു 2 4. ഇവിടെയും സൈൻ എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ വാല്യൂ മാത്രം മതി. അപ്പൊ എത്രയാണ് കിട്ടുന്നത്? 15. ഇനി എന്ത് ചെയ്യണം? അപ്പുവിന്റെ വയസ്സ് കിട്ടാൻ 15 ഇൻറ്റു 1. അപ്പുവിന്റെ വയസ്സ് എത്ര? 15 ഇൻറ്റു 1 15. അമ്മുവിന്റെ വയസ്സ് എത്ര? 15 ഇൻറ്റു 2 15 ഇൻറ്റു 2 30. ചോദിച്ചിരുന്ന ചോദ്യം ആരുടെ വയസ്സാണ്? അമ്മുവിന്റെ വയസ്സ്. അമ്മുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 30. അപ്പൊ ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും ഈസി ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. അടുത്തത് മോഡൽ 3. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 3 ഇരട്ടിയാണ്. അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 3 ഇരട്ടിയാണ്. ഇവരുടെ പ്രായ വ്യത്യാസം 20 ആണെങ്കിൽ മകന്റെ പ്രായം എത്ര? ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് മകന്റെ പ്രായം x എന്ന് എടുക്കുന്നു. അപ്പൊ അച്ഛന്റെ പ്രായം എത്ര? 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 3x ആണല്ലോ. എക്സും 3x. ഇവരുടെ പ്രായ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് 3x മൈനസ് എക്സ് എത്രയെന്ന് തന്നിട്ടുണ്ട്? 20. അപ്പൊ 2x എന്ന് പറയുന്നത് 20, x എന്ന് പറയുന്നത് 20/2 10. അപ്പൊ x
10. എക്സ് നമ്മൾ ആരുടെ പ്രായമായിട്ടാണ് എടുത്തത്? മകന്റെ പ്രായമായിട്ട്. അപ്പൊ മകന്റെ വയസ്സ് എത്രയാണ്? 10. അച്ഛന്റെ വയസ്സ് 3x. അപ്പം 3 × 10 30. ഓക്കെ. അപ്പൊ ആരുടെ പ്രായം ക്വസ്റ്റിനെ ചോദിച്ചേക്കുന്നേ? മകന്റെ പ്രായം. മകന്റെ പ്രായം 10 വയസ്സ്. വളരെ ഈസി അല്ലേ ഈ ടൈപ്പ്? ഇത് LDCക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. അടുത്തത് മോഡൽ 4. ഇത് കുറച്ചും കൂടി ലെവല് കൂടിയ ക്വസ്റ്റ്യൻ ആണ്. ഡിഗ്രി ലെവൽ എക്സാമിന് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണെന്ന് നോക്കാം. സിയുടെ വയസ്സ് ബിയുടെ വയസ്സിന്റെ 2 മടങ്ങിനേക്കാൾ 5 കുറവാണ്. ബിയുടെ വയസ്സ് എയുടെ വയസ്സിന്റെ 3 ഇരട്ടിയേക്കാൾ 5 കൂടുതലാണ്. എയുടെ വയസ്സ് 10 ആണെങ്കിൽ സിയുടെ വയസ്സ് എത്ര? അപ്പൊ 3 പേരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് അപ്രോച്ച് ചെയ്യാനുള്ളത് ആദ്യം ആരൊക്കെയാണ് ആ 3 പേരെന്ന് ഇവിടെ എഴുതുക. എ ബി സി ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം എ. അപ്പൊ എയെ പറ്റി ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം എന്താണ്? ഇവിടെ ഒരു സെന്റൻസ് പറഞ്ഞേക്കുന്നത് കണ്ടോ? എയുടെ വയസ്സ് എത്രയാണ്? 10. അപ്പൊ എയുടെ വയസ്സ് ആദ്യമേ തന്നിട്ടുണ്ട്. എത്രയെന്നാ? 10 വയസ്സെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഒരാളുടെ വയസ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഫസ്റ്റ് സെന്റൻസിലേക്ക് നോക്കാം. സിയുടെ വയസ്സ് ബിയുടെ വയസ്സിന്റെ 2 മടങ്ങിനേക്കാൾ 5 കുറവാണ്. ബിയുടെ വയസ്സ് എയുടെ വയസ്സിന്റെ 3 ഇരട്ടിയേക്കാൾ 5 കൂടുതലാണ്. ഈ സെന്റൻസ് ഒന്ന് നോക്കിക്കേ. ബിയുടെ വയസ്സ് എയുടെ വയസ്സിന്റെ 3 ഇരട്ടിയേക്കാൾ 5 കൂടുതലാണ്. അപ്പോ എയുടെ വയസ്സിന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ ഇൻറ്റു 3, അതായത് 30. 10 × 3 30. 3 ഇരട്ടിയേക്കാൾ എത്ര കൂടുതലാണ്? 5 കൂടുതൽ. അപ്പോൾ ബിക്ക് എത്ര വയസ്സുണ്ട്? 35 വയസ്സ്. അപ്പൊ ബിയുടെ വയസ്സും കിട്ടിക്കഴിഞ്ഞു. ഇനി ആരുടെ മാത്രം മതി? സി. സിയെ പറ്റി എന്താ പറയുന്നേ? സിയുടെ വയസ്സ് ബിയുടെ വയസ്സിന്റെ 2 മടങ്ങിനേക്കാൾ 5 കുറവാണ്. അപ്പൊ ബിയുടെ വയസ്സിന്റെ 2 മടങ്ങ് എന്ന് പറയുമ്പം 35 × 2 70. 2 മടങ്ങിനേക്കാൾ എത്ര കുറവാണ്? 5 കുറവാണ്. അപ്പൊ 70 - 5 65. അപ്പൊ നമ്മുടെ ചോദ്യം എന്താ? സിയുടെ വയസ്സ് എത്ര? സിയുടെ വയസ്സ് എത്ര? 65. അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാനുള്ളത്. ചാടിക്കേറി ആദ്യമേ കണ്ടു, എക്സ് ഇട്ടു, വൈ ഇട്ടു, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിപ്പോ. അപ്പൊ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കുക. ആരുടെങ്കിലും ഒരാളുടെ വയസ്സ് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. അയാളുടെ വയസ്സ് ഇട്ടിട്ട് താഴേന്ന് മുകളിലേക്ക് പോവുക. ഓക്കെ. അപ്പം ഇങ്ങനെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. ഈ ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അമ്മുവിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ 3 ഇരട്ടിയാണ്. എന്നാൽ രാമുവിന്റെ വയസ്സ് സോമുവിന്റെ വയസ്സിന്റെ 8 ഇരട്ടിയോട് 2 ചേർത്താൽ ലഭിക്കും. സോമുവിന്റെ വയസ്സ് 2 എങ്കിൽ അമ്മുവിന്റെ വയസ്സ് എത്ര? നേരത്തെ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യാനുള്ളത്? ആരുടെയൊക്കെയാണെന്ന് വെച്ചാൽ പേരെഴുതുക. അമ്മു, രാമു, സോമു. ഓക്കെ. അപ്പൊ നേരത്തെ പോലെ ക്വസ്റ്റ്യന്റെ അവസാനത്തിനായിട്ട് നമ്മൾ നോക്കുകയാണ്. അപ്പൊ ഒരാളുടെ വയസ്സോട് തന്നിട്ടുണ്ട്. ആരുടെ വയസ്സാണ്? സോമുവിന്റെ വയസ്സ് 2. സോമുവിന്റെ വയസ്സ് എത്ര? 2 എന്ന് തന്നിട്ടുണ്ട്. ഇനി തൊട്ട് മുന്നിൽ സെന്റൻസ് നോക്കാം. രാമുവിന്റെ വയസ്സ് സോമുവിന്റെ വയസ്സിന്റെ 8 ഇരട്ടിയോട് 2 ചേർത്താൽ. അപ്പൊ സോമുവിന്റെ വയസ്സിന്റെ 8 ഇരട്ടി × 8 അപ്പൊ എത്ര? 16. അതിന്റെ കൂടെ 2 ചേർത്താൽ +2 18. അപ്പൊ ഇങ്ങനെ ചെയ്ത ആരുടെ വയസ്സ് ലഭിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്? രാമുവിന്റെ വയസ്സ് ലഭിക്കും. അപ്പോൾ രാമുവിന്റെ വയസ്സ് എത്ര? 18. ഇനി ഫസ്റ്റ് സെന്റൻസ് നോക്കിയാൽ അമ്മുവിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ 3 ഇരട്ടിയാണ്. അപ്പൊ അമ്മുവിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ 3 ഇരട്ടിയാണ്. എത്രയാണ്? 54. അപ്പൊ അമ്മുവിന്റെ വയസ്സ് എത്ര? 54. വളരെ ഈസി അല്ലേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്? നമുക്ക് അടുത്ത മോഡൽ നോക്കാം. അടുത്ത ലാസ്റ്റ് മോഡലാണ് മോഡൽ 5. ഇത് രണ്ടാമത്തെ മോഡലില്ലേ, അതുമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. രണ്ടാമത്തെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംശബന്ധം തന്നിരിക്കും 7:2. ഇതിനകത്ത് അത് സെന്റൻസിലായിരിക്കും തന്നിരിക്കുന്നത്. അത് നമ്മൾ ഏതിലോട്ട് മാറ്റണം? അംശബന്ധത്തിലേക്ക് മാറ്റി ചെയ്യണം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങാണ്. 4 വർഷം കഴിഞ്ഞാൽ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങായി മാറും. എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പൊ ഇത് നമ്മൾ എന്തിലേക്ക് എടുത്ത് മാറ്റണം? റേഷ്യോയിലേക്ക് മാറ്റണം. അപ്പൊ ആദ്യം തന്നെ ഫാദർ, സൺ,
ഇയർ. നമ്മൾ രണ്ടാമത്തെ മോഡലിൽ ചെയ്തതുപോലെ ഫാദർ സൺ ഇയർ എന്ന് കൊടുക്കുക. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങാണ്. അപ്പൊ വർഷം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തെന്ന് എഴുതണമെന്ന് പറഞ്ഞു? പ്രസന്റ്. അതായത് ഇപ്പൊ നടക്കുന്ന സംഭവമാണെന്ന് എഴുതണം. പ്രസന്റിന് എന്തെന്ന് കൊടുക്കണം? 0 എന്ന് കൊടുക്കണം. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങാണ്. മകന് 1 വയസ്സാണെങ്കിൽ അച്ഛൻ എത്ര വയസ്സ്? 4 വയസ്സ്. ഇങ്ങനെയാണ് റേഷ്യോയിലേക്ക് ആക്കാനുള്ളത്. 4:1 സമാനമായിട്ടുള്ളതാണ് ഈ സെന്റൻസ്. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങാണ്. അടുത്ത സെന്റൻസ് എന്താ പറഞ്ഞേക്കുന്നത്? 4 വർഷം കഴിഞ്ഞാൽ, വർഷത്തിന്റെ അവിടെ 4, അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങായി മാറും. അപ്പോ മകൻ 1 വയസ്സാണെങ്കിൽ അച്ഛന് 3 വയസ്സ്. 3:1 റേഷ്യോ. അപ്പൊ നേരത്തെ അതേ മോഡലായില്ലേ? ഇനി അതുപോലെ സോൾവ് ചെയ്താൽ മതി. എങ്ങനെയാണ്? വർഷങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുക. 0 + 4 4 ഇൻറ്റു ഈ താഴെയുള്ളതിന്റെ എന്തെടുക്കുക? ഡിഫറൻസ്. 3 - 1 2 ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിഫറൻസ് എടുക്കുക. -3 × 1 3. അപ്പോ 1 അല്ലെ? അപ്പൊ എന്ത് വരും? 4 × 2 8 എന്ന് വരും നമുക്കുള്ള കോൺസ്റ്റന്റ്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? മകന്റെ ഇപ്പോഴത്തെ വയസ്സല്ലേ? അപ്പൊ മകൻ 1. അപ്പം 8 × 1 ചെയ്താൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് കിട്ടും. മകന്റെ വയസ്സ് 8 × 1 8. ഇനി അച്ഛന്റെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നതെങ്കിലോ 8 × 4 ചെയ്താൽ മതി. 8 × 4 എത്ര? 32. അപ്പൊ 8 വയസ്സാണ് നമ്മുടെ ഉത്തരം. ഇത് ക്ലിയർ ആയല്ലോ? അപ്പൊ അംശബന്ധത്തിൽ തന്നിരുന്നാലും ഇങ്ങനെ സെന്റൻസിൽ തന്നിരുന്നാലും ഈ വഴിയാണ് ചെയ്യാനുള്ളത്. അംശബന്ധത്തിലേക്ക് ആക്കി മാറ്റി ചെയ്യണം. അപ്പൊ ഈ 5 മോഡൽസ് ആണ് മത്സര പരീക്ഷകളിൽ മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്